Hi friends, welcome back to our channel Fa Cooking World. ഓട്സ് വീട്ടിലുണ്ടെങ്കിൽ ഈ ഓംലെറ്റ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ്. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാ വീട്ടിലും ഉണ്ടാവും. പ്രമേഹമുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. എരിവ് കുറച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാവും. ഇതൊരു ഹെൽത്തി ഫുഡാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഓട്സ് അലിയാൻ കുറച്ച് പാലൊഴിച്ച് മാറ്റിവെക്കാം. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസായ മല്ലിയില, പച്ചമുളക്, തക്കാളി, ഉള്ളി എന്നിവ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട 4 എണ്ണം എന്നൊന്നും നിർബന്ധമില്ല. മുട്ട കുറവാണെങ്കിൽ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെയും ഓട്സിൻ്റെയും അളവ് കുറച്ചാൽ മതിയാകും. ഇവിടെ മുട്ടകളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത ഉള്ളി ഇടാം. അതുപോലെ ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത മല്ലിയില ഇടാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത പച്ചമുളക് നമുക്കിടാം. ഇനി നമുക്ക് തക്കാളി ഇടാം. അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓട്സ് ഇട്ട് ഇളക്കാം. ഓട്സ് പെട്ടെന്ന് മിക്സ് ആവില്ല, നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. കൂടാതെ കുരുമുളക് പൊടി ഇട്ട് നന്നായി ഇളക്കുക. ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായാൽ ഓട്സ് മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് മിക്സ്ചറിൻ്റെ മേൽഭാഗം ഇതുപോലെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇത് മൂടി വെച്ച് 7 മിനിറ്റ് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ശേഷം ഇതൊന്ന് തിരിച്ചിടുക. ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കുക. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനെ കട്ട് ചെയ്ത് ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്